പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തത്തിൽ വിരളി പൂണ്ട് സർക്കാർ. ജനങ്ങളുടെ വലിയ പങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട SP മെമ്മോ നൽകി. ആൾക്കൂട്ടവും MC റോഡിലെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി കണ്ടില്ലെന്നാണ് മെമ്മോയിൽ പറയുന്നത്. പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് മെമ്മോ ലഭിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, വലിയ ജനപങ്കാളിത്തമാണ് ഈ ഒരു പരിപാടിയിൽ ഉണ്ടായത്. അതിൽ വിരളി പൂണ്ടുള്ള സർക്കാരിന്റെ നടപടി എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? KP, തീർച്ചയായിട്ടും. എന്തായാലും പന്തളത്ത് നടന്നിട്ടുള്ള ശബരിമല സംരക്ഷണ സംഗമം വലിയ വിജയമായിരുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഉദാഹരണം വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ വലിയ ജനക്കൂട്ടം സർക്കാരും പോലീസും അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വലിയ ആൾക്കൂട്ടത്തെ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കാതിരുന്നതിനെ തുടർന്ന് അവിടെ ട്രാഫിക് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായതായിട്ടുള്ളത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ പന്തളത്തെ വലിയ ജനസംഗമം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ആഭ്യന്തര വകുപ്പ് അടക്കം അത് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതുകൂടാതെ ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മെമ്മോയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കൂട്ടം, അതോടൊപ്പം തന്നെ MC റോഡിലെ ഗതാഗതക്കുരുക്ക് എന്നിവ പോലീസ് മുൻകൂട്ടി കണ്ടില്ല എന്നും ഈ SP യുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് SP യുടെ ഭാഗത്തു നിന്നും മെമ്മോ നടപടി വന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരം പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും ആ പന്തളത്ത് വലിയ ജനസംഗമം ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഗൂഗിൾ, വലിയ ജനാരവം, വലിയ ജനക്കൂട്ടം, ജനസാഗരം തന്നെയാണ് പന്തളത്തേക്ക് ഒഴുകിയെത്തിയത്. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ഇതിൽ സർക്കാരിന് സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും. കാരണം സർക്കാർ സ്പോൺസേഡ് ദേവസ്വം ബോർഡുമായി ചേർന്ന് നടത്തിയ ആ ഒരു സംഗമം അമ്പയെ പാളിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ രോഷമൊക്കെയും ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കുന്ന, പോലീസുകാർക്ക് മേൽ കെട്ടിവെക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. എന്തായാലും മറ്റ് നടപടികളൊന്നും ഈ സംഗമത്തിനെതിരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയോ എടുക്കാൻ സാധിക്കാത്തത് മൂലമാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടം മുൻകൂട്ടി കണക്കാക്കാൻ സാധിച്ചിരുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് പോലീസിന് സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇപ്പോൾ നടപടി സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ആ വലിയ ജനസംഗമം ശരിവെക്കുന്നു പോലീസ്, ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒഴിഞ്ഞ കസേരകളോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. എന്തായാലും ആ കാര്യങ്ങളിൽ പോലീസ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ആ സംഗമം വലിയ വിജയമായിരുന്നു എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള തെളിവ്. എന്തായാലും സർക്കാർ തന്നെ വിലയിരുത്തുന്നു പന്തളത്തെ സംഗമം വലിയ ജനനിബിഡമായിരുന്നു, ഭക്തജന മഹാസംഗമം തന്നെയാണ് നടന്നിരുന്നത് എന്നുള്ള കാര്യം അവർ ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഈ സംഭവത്തിൽ വീഴ്ച പറ്റി, അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇപ്പോൾ മെമ്മോ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പന്തളത്ത് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അതിൽ വിരളി പൂണ്ടിരിക്കുകയാണ് സർക്കാർ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരക്കെ മെമ്മോ നൽകിയിരിക്കുകയാണ് സർക്കാർ. ഗൂഗിൾ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.